إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊരുപാട് കടമകളും ബാധ്യതകളും ഉള്ളവരാണ്. നമ്മൾ പരസ്പരം അത് ഓർമ്മിപ്പിക്കാറുണ്ട് പലരെയും. ബാധ്യതകൾ മറക്കുന്നവരെ, കടമകൾ മറക്കുന്നവരെയൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തും. അള്ളാഹുവിനോടുള്ള കടമകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളുണ്ട്, മാതാപിതാക്കളോടുള്ള കടമകളുണ്ട്, ഇണകളോട് മക്കളോടുള്ള കടമകളും ബാധ്യതകളുമുണ്ട്, അയൽവാസികളോടുള്ള ബാധ്യതകളുണ്ട്. അങ്ങനെ ഒട്ടനവധി കടമകളും ബാധ്യതകളും നമുക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആനിനോടുള്ള ബാധ്യത എന്ന് പറയുന്നത്. പ്രധാനമായും 10 ബാധ്യതകൾ പരിശുദ്ധ ഖുർആനിനോട് നമുക്കുണ്ട്. അതിൽ ഒന്നാമത്തെ ബാധ്യത അത് പാരായണം ചെയ്യണം എന്നതാണ്. നമ്മളൊക്കെയും പലതും വായിക്കുന്നവരാണ്, പാരായണം ചെയ്യുന്നവരാണ്. ഏതെങ്കിലും FBയിൽ ഒരു പോസ്റ്റ് ആരെങ്കിലും ഇട്ടാൽ അത് വായിച്ച് കമന്റ് പറയും. നമ്മൾ ഒന്നും വായിക്കാതെ വിടാറില്ല. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ അപൂർവം ചിലർ ഇപ്പോഴും രാവിലെ കട്ടൻ ചായയുടെ കൂടെ പത്രം കിട്ടി അതൊന്ന് വായിച്ചെങ്കിൽ മാത്രമേ, പത്രപാരായണം വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്നത് അത് നിർബന്ധമായും ഒരു മുസ്ലിം ഖുർആനിനോടുള്ള ബാധ്യതയായി നിർവഹിക്കേണ്ടതാണ്. ഖുർആൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്, പൂർത്തിയാക്കിയ നിഅമത്താണ്. ഏത് നിഅമത്തും സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ചോദ്യം ചെയ്യപ്പെടും. അതിൽ ഖുർആനെ കുറിച്ചുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം മരിക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിച്ചു തുടങ്ങും. മുത്തഖിയായ മനുഷ്യനോട് ചോദിക്കും, മാതാ അൻസല റബ്ബുക്കും. മരണസമയത്താണ്. അല്ലാഹ് പറയാം, നിന്റെ റബ്ബെന്താ ഇറക്കിത്തന്നത്? ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആനുമായി ബന്ധമുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് പറയും, ഖാലു ഖൈറ, എനിക്ക് അല്ലാഹു ഇറക്കിത്തന്ന ഖുർആൻ ഒരുപാട് ഖൈറായിരുന്നു. എന്നാൽ ഖുർആനിനോട് ബന്ധമില്ലാതെ ജീവിച്ച ആളുകളുടെ ചോദ്യം, ഫീമ കുൻതും, നിന്റെ നിലപാട് എന്തായിരുന്നു എന്നാണ്. അവിടെ മുതൽ ചോദ്യമുണ്ട്. ഖബറിൽ ചോദ്യമുണ്ട് ഖുർആനെ കുറിച്ച്, പരലോകത്ത് ചോദ്യമുണ്ട്.
ഖുർആനിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. എന്നാൽ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടം മുതൽ ഖുർആൻ പാരായണത്തെ എതിർക്കുകയും ഖുർആൻ പാരായണത്തിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധയെ തിരിക്കുകയും ഖുർആൻ കേൾക്കരുതെന്ന് പറയുകയും ഖുർആൻ മാറ്റിവെക്കാൻ ഖുർആനിന് പകരം മറ്റു പല സാഹിത്യങ്ങളും കൊണ്ടുവരികയും എന്നിട്ട് ഖുർആൻ വായിക്കുന്നതിന് പകരം പാരായണം ചെയ്യുന്നതിന് പകരം അവ പാരായണം ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തിരുന്നു. അത് ഖുർആൻ ഇറങ്ങുന്ന കാലം മുതലേ ഉള്ളതാ. ഖുർആൻ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഒഴിവുണ്ടാകുമ്പോഴല്ല, ഒഴിവുണ്ടാക്കി പാരായണം ചെയ്യണമെന്നാണ്. അതിന് മാസമോ സമയമോ ഒന്നുമില്ല. രാവും പകലും ഖുർആൻ പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചില പണ്ഡിതന്മാര് വരാൻ പോകുന്ന അറബി മാസം റബീഉൽ അവ്വൽ മാസമാണ്, അതുകൊണ്ട് ധാരാളമായി മൗലിദ് കിതാബുകൾ വീടുകളിൽ പാരായണം ചെയ്യണം, രാവിലെയും വൈകുന്നേരവും രാത്രിയിലും ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ അത് പാരായണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും അത്തരം കാര്യങ്ങൾ നിരന്തരമായി പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു തുടർച്ചയാണ്, ഖുർആൻ ആദ്യകാലത്തുണ്ടായിരുന്നതിൻ്റെ തുടർച്ചയാണ്. ഇവിടെയാണ് ചില കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിന് ഖുർആൻ പാരായണം ചെയ്യണം? പരിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് ആലോചിക്കുക. ഇന്ന് പാരായണം ചെയ്യാൻ പറയുന്ന ഈ ഗ്രന്ഥങ്ങളൊക്കെയും നബിയുടെ കാലത്തുള്ളതല്ല. നബി വഫാത്തായി കുറെ കാലം സ്വഹാബത്ത് ജീവിച്ചു, പ്രവാചകനെ കണ്ട അവരുടെയും കാലത്തല്ല, താബികളുടെയും കാലത്തല്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതി ഉണ്ടാക്കപ്പെട്ട പദ്യഗദ്യ സമ്മിശ്രമായ പല ഗ്രന്ഥങ്ങളുമാണ് ഖുർആനിനേക്കാൾ ആദരവോടെ. ഖുർആൻ നമ്മൾ സാധാരണ ഖുർആൻ എടുക്കുന്നു, മടിയിൽ വെക്കുന്നു, ഓതുന്നു. അതിന് പകരം ചന്ദനത്തിരി കത്തിച്ച് മുസല്ല വിരിച്ച് ചില കാര്യങ്ങളൊക്കെ, ചില കുന്തുക്കം പോലുള്ള സാധനങ്ങളൊക്കെ പുകയിച്ച് അങ്ങനെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ഖുർആനിനേക്കാൾ ആദരവ് കൊടുത്തിട്ട് റസൂലും സഹാബത്തൊക്കെ മരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണം. മുസ്ലിം സമൂഹം അങ്ങോട്ട് പോവാണ്. അല്ലാഹു തആല പറഞ്ഞു, ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. നബിയോട് രാത്രി നിസ്കരിക്കാൻ പറഞ്ഞു, ഖുർആൻ ഓതി നിസ്കരിക്കണം. ഏതെങ്കിലും ഈ കിതാബ് ഓതി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ ഓതി നിസ്കരിക്കണം. ഖുർആൻ ഓതി പല കാര്യങ്ങളുണ്ട് അല്ലാഹ് പറഞ്ഞ്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ സാവകാശം ഓതണം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, ഈ കിതാബ് നൽകപ്പെട്ടവരാരാണോ അവർ, ഈ കിതാബ് നൽകപ്പെട്ട ആളുകൾ ആരാണോ അവർ, ആ സമുദായം ഏതാണ് അവർ? യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി, അത് ഓതേണ്ട മുറപ്രകാരം അവർ ഓതുന്നു. ഉലൈക യുഅ്മിനൂന ബിഹി, അതിലവർ വിശ്വസിക്കുന്നു. വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആര് ഇതിനെ നിഷേധിക്കുന്നുവോ അവര് അക്കൂട്ടരാണ് നഷ്ടം സംഭവിച്ചവർ, ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടവർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഓതുന്നു. വഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നു. വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അല്ലാഹ് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നു. ഈ പരിപാടി യർജൂന തിജാറത്തിന തബൂർ, നഷ്ടം വരാത്ത കച്ചവടാണ്. ലിവഫിയഹും ഉജൂറഹും, അവർക്ക് അവർ ആ ഓതിയതിന്റെ കൂലി, അവർ ചെയ്ത നന്മയുടെ കൂലി പൂർണ്ണമായും കൊടുക്കാൻ വേണ്ടി. വയസീദഹും മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഫളിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയും. ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് അല്ലാഹ് ഫളില്, അള്ളാഹിന്റെ ബറക്കത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇത് ഖുർആനാണ്. ഇത് ഈ ഗ്രന്ഥത്തെ, ഈ പാരായണം ചെയ്യുന്ന കിതാബുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ കൂലി എവിടെയെങ്കിലും ഖുർആനിലെ ഹദീസിലോ പറഞ്ഞിട്ടുണ്ടോ? ബർക്കത്ത് കൂടുന്നുള്ള കാര്യം ഖുർആനെ കുറിച്ച് പറഞ്ഞത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നബിന്റെ കാലത്തില്ലല്ലോ, വഹി ഇറങ്ങണ കാലത്തില്ലല്ലോ, സ്വഹാബത്തെ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും. അപ്പൊ ഖുർആനിനേക്കാൾ ആദരവോടുകൂടി ഈ വരുന്ന മാസത്തിൽ പാരായണം ചെയ്യണം എന്ന് പറയുന്ന ഈ ഗ്രന്ഥങ്ങൾക്ക്, കിതാബുകൾക്ക് ഖുർആനുമായി അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യാനും ഓതാനും പറഞ്ഞ നിർദ്ദേശങ്ങളുമായി, കൽപ്പനകളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ വട്ടപൂജ്യമായി കാണുന്നു. അത് ഖുർആനിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ പിൻതലമുറക്കാർ പിന്നീട് കടത്തിക്കൂട്ടിയതാണ് അതൊക്കെ.
ഇനി ഖുർആനുമായി ബന്ധപ്പെടുത്തി ഖുർആനിന്റെ ഫളായിലുകൾ, ഖുർആൻ ഓതുന്നതിന്റെ, പാരായണം ചെയ്യുന്നതിന്റെ പ്രത്യേകതകൾ ഖുർആൻ ഏതെങ്കിലും ഒരു മാസത്തിൽ മാത്രം ചൊല്ലാനല്ല പറഞ്ഞത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന, ഏതെങ്കിലും ഒരു മാസത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചടങ്ങിന് മുമ്പ് ചൊല്ലാനല്ല പറഞ്ഞത്. മറിച്ച് എല്ലാ മാസങ്ങളിലും എല്ലാ സമയത്തും പാരായണം ചെയ്യാനാണ് കൽപ്പിച്ചത്. എന്നിട്ട് അതിന്റെ പ്രതിഫലങ്ങൾ ഇങ്ങനെ പറഞ്ഞു. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ. ഒരു ഹർഫ് ഓതിയ 10 കൂലി. അലിഫ് ലാം മീം ഓതിയ അലിഫ് ഒരു അക്ഷരവും ലാം ഒരു അക്ഷരം മീം ഒരു അക്ഷരവും, അതിന് 10 കൂലി. ഇരട്ടിയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനെ പ്രതിഫലങ്ങൾ പറഞ്ഞു. ഇഖ്റഊ വൽ ഖുർആന ഫഇന്നകും തുഅജറൂന അലൈഹി. നിങ്ങൾക്കതിന്റെ ഗുണങ്ങൾ കിട്ടും, പ്രതിഫലങ്ങൾ കിട്ടും. വകുൽ ഹർഫിൻ അശ്റു ഹസനാത്തിൻ. ഓരോ ഹർഫിന് ഒരു അക്ഷരം. ദാലിക്കൽ കിതാബ്, ദാലിക്ക എന്നുള്ളതൊരു കലിമത്ത. അതിലെ ദാലും അലിഫും ലാമും കേഫ് 4 അക്ഷരമുണ്ട്. ഓരോ അക്ഷരത്തിനും പ്രതിഫലമാണ് 10 ഇരട്ടി പ്രതിഫലം. ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശ പറയുന്നു പറഞ്ഞു. ഇങ്ങനെ എമ്പാടും പ്രതിഫലങ്ങൾ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം എന്ന് പറഞ്ഞതിന് ചില ഫളായിലുകൾ പറഞ്ഞു, പ്രത്യേകതകൾ പറഞ്ഞു. ഒന്ന്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്ന് ഇറങ്ങിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്. ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ്. ഖുർആനിനേക്കാൾ മഹത്വത്തോടുകൂടി ആദരവോടെ പാരായണം ചെയ്യുന്ന ഈ ഗ്രന്ഥം, അത് പാരായണം ചെയ്യുന്ന ആളുകൾ അടക്കം അത് ആരാണ് എഴുതിയതും ആ എഴുതിയ ആൾ ഏത് കൊല്ല ജീവിച്ചതെന്നും ഏത് കാലഘട്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി മരിച്ച നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഖുർആനിന് പകരം ഖുർആനിൽ നിന്ന് ജനങ്ങളെ തിരിക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ നിന്ന് ജനങ്ങൾ മാറിയാൽ പിന്നെ അവർ വഴികേടിലേക്ക് എത്തി. അപ്പൊ ഖുർആൻ എന്തിന് പാരായണം ചെയ്യും എന്ന് ലോകരക്ഷിതാവായി അള്ളാഹു ഇറക്കിയതാണിത്. മറ്റേതൊക്കെ മനുഷ്യന്മാർ എഴുതുണ്ടാക്കിയതാ. ഒന്ന് റബ്ബ് ഇറക്കിയ ഗ്രന്ഥമാണ്. രണ്ടാമത്തേത്, ഇതിൽ വ്യാജമായതോ കൃത്രിമമായതോ ഒന്നുമില്ല. ആർക്കും ഒന്നും കൂട്ടിച്ചേർക്കാനോ കൃത്രിമമായതും കള്ളവാർത്തകളില്ല. എന്നാൽ ഇന്ന് ഈ വായിക്കുന്ന മാല കിതാബ് എന്തെല്ലാം കള്ളവാർത്തകൾ, കള്ളക്കഥകൾ കൊണ്ട് നിറച്ചതാണ്. അന്ന് വായിച്ചു നോക്കി നിങ്ങൾ. അടിസ്ഥാനമില്ലാത്ത കള്ളക്കഥകൾ. വല തഖവ്വല അലൈനാ ബഅദുൽ അഖാവിൽ അഖദ്നാ മിൻഹു ബിൽ യമീൻ തുമ്മ ലഖതഅനാഹു മിൻഹുൽ വതീൻ. നബിയെ, താങ്കളെങ്ങാനും ഈ ഖുർആനിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്ക് പറഞ്ഞാൽ വലത് കൈകൊണ്ട് പിടിക്കും, ജീവനാടിയെ ഞാൻ ഛേദിച്ചു കളയും എന്ന് അള്ളാഹ് പറഞ്ഞു. അള്ളാഹിന്റെ വാക്ക് മാത്രം ഖുർആൻ, വ്യാജമായതൊന്നുമില്ല. മൂന്നാമത്തത് നിർമാർഗം, നേരായ വഴി. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഒരു സംശയം വേണ്ട, ഇതാണ് നേരായ വഴി കാണിക്കുന്ന ഗ്രന്ഥം. മഹത്വമേറിയ ഗ്രന്ഥമാണ്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. മഹത്വമേറിയ ഒരു ഗ്രന്ഥം എന്ന് പറയാൻ മാത്രമുള്ള വിശേഷണങ്ങൾ ഈ വായിക്കപ്പെടുന്ന ഈ കിതാബുകൾക്ക്, മൗലിദ് കിതാബുകൾക്ക് ഉണ്ടോ? എന്തെല്ലാമാണ് അതിലുള്ളത്? ഒരു അമുസ്ലിമായ മനുഷ്യനെ നമ്മൾ തുറന്നു വെച്ച് വായിക്കാൻ പറ്റുമോ? എന്തെല്ലാം കള്ളക്കഥകൾ അതിലുണ്ട്, എന്തെല്ലാം വേണ്ടാത്ത വർത്തമാനങ്ങൾ അതിലുണ്ട്. ഖുർആൻ മഹത്വമേറിയ ഗ്രന്ഥമാണ്. ഇനി ഇത് പഠിക്കുന്നതിന് എളുപ്പമാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദക്കിർ. പഠിക്കാൻ പാഠങ്ങളുണ്ട്, ഉൾക്കൊള്ളാൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും വഴികളും ഒക്കെ ഉണ്ട് അതിൽ. ഇതിലെന്താണുള്ളത്? ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് എന്ത് നിർമാർഗമാണ്, വഴിയാണ് കിട്ടാനുള്ളത്? അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള ഗ്രന്ഥമാണിത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ട്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. നേരായ വഴി, ശരിയായ തീരുമാനങ്ങൾ. ഒരു മനുഷ്യന് ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, അവന് ഖൈറുണ്ട്, ഷെറുണ്ട്, ഫിത്നയുണ്ട്, ബലാ ഉണ്ട്, ഇതൊക്കെ എന്താണെന്ന് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ പ്രശ്ന. കഴിഞ്ഞ ബുധനാഴ്ച നമ്മളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നിറയെ വാട്സപ്പുകളിൽ പ്രചരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയുടെ പ്രത്യേകത എന്താ? സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയെ പറ്റിയിട്ട് ഈ ആളുകൾ പ്രചരിപ്പിച്ചത് എന്താണെന്നറിയങ്ങൾ? 3 ലക്ഷത്തോളം മുസീബത്ത് ഇറങ്ങുന്ന ഒരു വർഷത്തിലെ ഏറ്റവും കാഠിന്യമുള്ള നഹ്സിന്റെ ദിവസമായിരുന്നു സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച. ആളുകളൊക്കെ ഭയങ്കര ബേജാറിലായിരുന്നു ഇതിങ്ങനെ പ്രചരിപ്പിക്കാൻ. എന്നിട്ട് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ വക ഉണ്ടാക്കിയതായിട്ട് പറഞ്ഞു. അള്ളയും റസൂലും പറയാത്തത് സലാം രക്ഷ കിട്ടണം. അതിനെ സലാമിന്റെ 7 ആയത്ത് ഖുർആനിലുണ്ട്. ആ 7 ആയത്ത് ഓതണം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ ഇബ്രാഹിം, സലാമുൻ അലാ മൂസ വ ഹാറൂൻ, സലാമുൻ അലാ യാസീൻ, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, സലാമുൻ ഹി ഹത്താ മത്ലഇൽ ഫജ്ർ. ഇങ്ങനെ 7 സലാമിന്റെ ആയത്തുണ്ട്. അത് ഓതണം എന്ന് പറഞ്ഞു. ഇതാരാ പറഞ്ഞത്? റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിലുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞോ?
എത്ര സഫർ കഴിഞ്ഞുപോയി, എത്ര സഫർ അവസാനത്തെ ബുധനാഴ്ച കഴിഞ്ഞുപോയി. ഇവരാരെങ്കിലും 3 ലക്ഷം മുസീബത്ത് ഇറങ്ങുന്ന ദിവസം എന്ന് പറഞ്ഞോ? ഇത് പ്രചരിപ്പിച്ചു, നാട് നിങ്ങളെ പ്രചരിപ്പിച്ചു, എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരുന്നു. എന്നിട്ട് സലാമും കൗലം മിൻ റബ്ബിർ റഹീമിന് ശേഷം സലാത്തിൽ മുൻജിയ എന്ന് പറഞ്ഞു സലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ളി ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് وتطهرنا بها من جميع السيئات وترفعنا بها أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഇതാണ് الصلاة المنجية. إن الله وملائكته يصلون على النبي. നബിക്ക് ഇറങ്ങിയത് നബിയുടെ മേൽ സ്വലാത്ത് അല്ലാഹുള്ള ആയത്ത്. സ്വലാത്ത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് സ്വലാത്ത് എന്ന്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം ഈ സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. അതാണ് സ്വലാത്ത്. ഈ സ്വലാത്ത് ആരുണ്ടാക്കിയതാ? ഈ സ്വലാത്ത് എവിടുന്ന് വന്നതാ? ഈ സ്വലാത്ത് നിർമ്മിച്ചുണ്ടാക്കിയ സ്വലാത്താ. ദീനിലൊരു സ്വലാത്ത് നമുക്കുണ്ടാക്കാൻ അവകാശമുണ്ടോ? റസൂലിനോട് പറഞ്ഞ റസൂലെ, താങ്കളെങ്ങാനും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്ക് പറഞ്ഞാൽ വലത് കൈ കൊണ്ട് പിടിച്ച് ജീവനാടിയെ ഖുർആനാ പറഞ്ഞത്. ആരാണ് ഇതുണ്ടാക്കിയവന്റെ ഇസ്ലാമിലെ വിധി എന്താ? റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തിൽ മുൻജിയ എന്ന് പറഞ്ഞിട്ട് എഴുതുണ്ടാക്കിയവന്റെ വിധി എന്താ? ഇത് ചൊല്ലാനാ പറഞ്ഞത്. ഇനിയും തീർന്നില്ല. അതിനുശേഷം പറഞ്ഞു സൂറത്ത് തൗബയിലെ ഒരായത്ത്, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഈ ആയത്ത് ഓതണമെന്ന് പറഞ്ഞു. ഈ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം തന്നെ പോകും, ഈ നഹസ് തന്നെ പോകും. കാരണം ഈ ആയത്തിന്റെ അർത്ഥം എന്താ? നബിയെ പറയുക, ലൻ യുസീബനാ, ഞങ്ങൾക്കൊരു മുസീബത്തും ബാധിക്കൂല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് ഞങ്ങൾക്ക് എഴുതി വെച്ചതല്ലാതെ ഒന്നും ബാധിക്കൂല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളെ യജമാനൻ. വഅലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, തവക്കുൽ അല്ലാഹുവിൽ തവക്കുലാക്കണം. 3 ലക്ഷം നഹസ് എന്ന് പറഞ്ഞിരിക്കേണ്ട ദിവസമല്ല സഫർ മാസത്തിൽ അവസാനം ബുധനാഴ്ച. പഠിപ്പിച്ചിട്ടില്ല. ഈ ആയത്ത് ഓതണമെന്ന് പറഞ്ഞു. ഈ ആയത്ത് അർത്ഥം അറിയാണെങ്കിൽ ഈ ആയത്ത് ആ വിശ്വാസം തന്നെ പോകും. എന്നിട്ട് പറഞ്ഞു ഈ ആയത്ത് ഓതിയിട്ട് സലാത്തുൽ ഫാത്തിഹ ചൊല്ലണം. വേറൊരു സലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. സലാത്തുൽ ഫാത്തിഹ ഇതാരുണ്ടാക്കിയതാ? ഈ സലാത്ത് ഉണ്ടാക്കിയതിന്റെ വിധി എന്താ? അള്ളാഹുവിന്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലണം എന്ന ആയത്ത് ഖുർആനിലുണ്ട്. ആ സ്വലാത്ത് റസൂലിന് വഹി ഇറക്കി കൊടുത്തു ജിബ്രീൽ. ഈ പഠിപ്പിക്കാത്ത ഈ സ്വലാത്ത്, സ്വഹാബത്ത് കേൾക്കാത്ത സ്വലാത്ത്, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ അഫ്ഫാനും സ്വഹാബത്തും ചൊല്ലാത്ത ഈ സ്വലാത്ത്, ഇതുണ്ടാക്കിയവന്റെ വിധി എന്താ? ഉണ്ടാക്കിയവന്റെ വിധി എന്താ? നബിയെ, താങ്കളെങ്ങാനും ഒരു വാക്ക് ഞാൻ പറയാത്തത് പറഞ്ഞാൽ വലത് കൈ കൊണ്ട് പിടിക്കും, ജീവനാടിയെ ഛേദിക്കും എന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാ. എങ്കിൽ ഈ സ്വലാത്ത് ഉണ്ടാക്കിയവന്റെ വിധി എന്താ? ഈ സ്വലാത്ത് ചൊല്ലാനാ പറഞ്ഞത്. അതും തീർന്നില്ല. എന്നിട്ട് പറഞ്ഞു ഹസ്ബുന വനിഅമൽ വക്കീൽ 450 തവണ പറയണമെന്ന്. അതിന്റെ അർത്ഥം അറിയണോന് ഇത് ഹസ്ബുന വനിഅമൽ, ഞങ്ങൾ അല്ലാഹ് മതി, ഞങ്ങൾ അവൽ തവക്കുലാക്കിയിട്ടുണ്ട് എന്നതിന് അർത്ഥം അറിഞ്ഞാൽ ഈ വിശ്വാസം ഉണ്ടാകൂല. യാ ലത്തീഫ് എന്ന അല്ലാഹുവിന്റെ ഇസ്മ 120 തവണ പറയണമെന്ന് പറഞ്ഞു. അലൻ നശ്റഹ് ഒരു തവണ, സൂറത്തു തീൻ ഒരു തവണ, സൂറത്തു നസ്ർ ഒരു തവണ, ഇഖ്ലാസ് 7 തവണ ചൊല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഖുർആൻ എന്ന് പോയി, ദീനെന്ന് പോയി, മതത്തിന് പോയി. ഇതറിയില്ല, ഇത് പഠിച്ചിട്ടില്ല. കാലഘട്ടങ്ങൾക്ക് ശേഷം ആരൊക്കെയോ എഴുതിയുണ്ടാക്കിയത് ദീനായി മനസ്സിലാക്കിയിട്ട് അതങ്ങനെ ചൊല്ലിപ്പറയുന്നു, പഠിക്കുന്നു. അതിനെ ഖുർആനിനേക്കാൾ ശ്രേഷ്ഠതയും സ്ഥാനവും പദവിയും കൊടുക്കുന്നു. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യണം. എന്തിന് ഖുർആൻ പാരായണം ചെയ്യണം? അതിലൊരു കാര്യമാണ് ശരിയായ തീരുമാനം എടുക്കാൻ സഹായിക്കുന്നു എന്നത്. വിപത്തുകളിൽ നിന്ന് നമ്മളെ കാക്കും, പരലോകത്ത് ശുപാർശ ചെയ്യും, വിശ്വാസ ദൃഢീകരണമുണ്ടാകും ഖുർആൻ. ഈ മാല ഓതെ എന്ത് വിശ്വാസ ദൃഢീകരണം ഉണ്ടാവുക? ഏത് വിശ്വാസത്തിലേക്കാണ് നമ്മൾ എത്തിക്കാം? നമ്മുടെ തൊലിയും ഹൃദയങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് വിനീതമാകും ഖുർആൻ ഓതിയാൽ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മഥാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും തുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഇതിന് ഖുർആൻ ഓതണം. ഹൃദയത്തിന് ശമനമാണ്, വിശ്വാസികൾക്ക് കാരുണ്യമാണ്. വയുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ പറഞ്ഞ ഇത് ഏതെങ്കിലും ഒന്ന് ഈ മനുഷ്യന്മാർ എഴുതിണ്ടാക്കിയ ഗ്രന്ഥത്തിനുണ്ടോ എന്ന് പരിശോധിക്കണം. റബ്ബിൽ നിന്നുള്ളതായതിനാൽ ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല. ഖുർആൻ എന്തിനു വായിക്കണം? ഖുർആൻ എന്തിനു പാരായണം ചെയ്യണം? വൈരുദ്ധ്യങ്ങളിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ. അല്ലാഹുവിൽ നിന്നായതുകൊണ്ട് ഇതിൽ വൈരുദ്ധ്യങ്ങളില്ല. എന്നാൽ മാല കിതാബ് എടുത്തു നോക്കി, ഫുള്ള് വൈരുദ്ധ്യങ്ങളാ. എത്രണ്ണം മാറ്റി, എത്രണ്ണം പുതിയ പുതിയ എഡിഷനുകളിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു, എത്രണ്ണം തള്ളി.
വാദപ്രതിവാദങ്ങൾ ഞങ്ങളത് എടുക്കൂല, ഞങ്ങൾക്ക് ഈ മാല സ്വീകാര്യമല്ല എന്ന് പറയേണ്ടി വന്നു. എത്ര പുതിയതായി ഉണ്ടാക്കേണ്ടി വന്നു. അത് അള്ളാഹുവിൽ നിന്നല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് മോചനം കിട്ടും. 2 വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള പ്രകാശമാണ്. ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം കിട്ടും. സ്വർഗത്തിൽ കൊട്ടാരം കിട്ടും. വ്യക്തമായ വഴികേടിൽ നിന്ന് സത്യത്തിന്റെ വരിയിലേക്ക് വരാൻ കഴിയും. 1447 വർഷമായിട്ടും യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാത്ത ഗ്രന്ഥം. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. റബ്ബിന്റെ അഹ്ലുകാരാണ് ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫളായിലുകൾ പറഞ്ഞു. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം എന്ന കൽപ്പന ശക്തമായി വന്നു. എന്നാൽ ഖുർആനിന്റെ മഹത്വവും ഖുർആനിന്റെ പ്രത്യേകതയുമെല്ലാം തള്ളി അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അക്കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രവർത്തനം ഇന്നും തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാവുക. ഒരു സങ്കടകരമായ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, 2 തരം ആൾക്കാരുണ്ട്. ഒന്ന്, ഞങ്ങളിപ്പോൾ മാലയും മൗലൂദൊന്നും ഇല്ല, ആക്ക ഒഴിവാക്കി. മാലും മൗലൂദും റാത്തിബും ഹദ്ദാദൊന്നുമില്ല, ആക്ക നമ്മൾ ഒഴിവാക്കി. ശരി, എന്നിട്ട് പിന്നെ എന്തിന്റെ സ്ഥാനത്ത് അതൊക്കെ വന്നത്? ഇതൊക്കെ വന്നത് ഖുർആന്റെ സ്ഥാനത്താ. എന്നാ പിന്നെ അത് ഒഴിവാക്കിയാ പിന്നെ വേറൊരു സംഗതി എടുക്കാണ്ട്. അതെന്താ? ഖുർആനാണ്. അതെടുത്തിട്ടില്ല. ഖുർആൻ നമ്മൾ എടുത്തില്ല. മറ്റതൊക്കെ ഒഴിവാക്കി എന്ന് പറയും. പക്ഷെ ഖുർആൻ ക്ലാസ്സിൽ നമ്മളെ സാന്നിധ്യമില്ല. ഖുർആൻ ഓതുന്നത് വളരെ കുറവാണ്. ഈ അവസ്ഥയിലേക്ക് നമ്മൾ മാറി. അതുകൊണ്ട് രണ്ടും വേണം. ഖുർആനല്ലാത്ത ഈ സമൂഹത്തിലേക്ക് വന്ന മുഴുവൻ ഇത്തിക്കണ്ണികളെയും പറിച്ചു മാറ്റണം, ഒക്കെ ഒഴിവാക്കി വെക്കണം. ഇത് അള്ളാന്റെ കലാമിലേക്ക് മടങ്ങണം. എന്നിട്ട് ആ കലാം എടുക്കണം, കലാം ഓതണം, പാരായണം ചെയ്യണം. അള്ളാഹുവിന്റെ കലാമാണിത്. അപ്പൊ ചില ആൾക്കാർ പറയും, മൗലിദ് കിതാബിൽ മുഴുവനും അള്ളാന്റെ റസൂലിന്റെ മദ്ഹല്ലേ? റസൂലിന്റെ മദ്ഹ് ഖുർആനിലുള്ള അത്ര മദ്ഹ് വേറെ ഏതെങ്കിലും കിതാബിൽ ഉണ്ടാവുമോ? ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ഖുർആൻ മുഴുവനും റസൂലുള്ളാഹിന്റെ മദ്ഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞ പോലെ ലോകത്തേതെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ മദ്ഹ്? ഖുർആൻ മുഴുവനും അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹാ. അള്ള പറഞ്ഞ മദ്ഹ്. ആ മദ്ഹിനോളം ഏത് മനുഷ്യൻ പറഞ്ഞാലും വരുമോ? വരൂലല്ലോ. അറബി സാഹിത്യം, അറബി കവിതകൾ, ഗദ്യങ്ങൾ, പദ്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. വഹി ഇറങ്ങുന്ന കാലത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചവരിൽ ചില കവിതകൾ പറഞ്ഞപ്പോ റസൂല തിരുത്തിക്കൊടുത്തു. പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. റസൂല ജീവിച്ചിരിക്കുന്നതിന് നിയന്ത്രിച്ചു റസൂല്. അന്നത്തെ കവികളോളം ഇന്നത്തെ കവികളില്ല, ഒരു കാലത്തുമില്ല. അറബി സാഹിത്യം പഠിക്കുന്ന ഏതൊരു കുട്ടിയും ജാഹിലിയ്യ കാലത്തെ സാഹിത്യം പഠിക്കുക, ജാഹിലിയത്തിലെ സാഹിത്യം പഠിക്കുക. കവിതകളും ഒക്കെ ജാഹിലിയത്തോളം വലിയ സാഹിത്യമില്ല വേറെ. അന്നുണ്ടായിരുന്ന കവികള് പാട്ടുപാടിയപ്പോൾ റസൂല് പറഞ്ഞു പാടില്ല, ഇത് പറയാൻ പാടില്ല, ഷിർക്കാണ്, തിരുത്തി റസൂല്. അതുകൊണ്ടാണ് ഇപ്പോ നൂറ്റാണ്ടുകൾക്ക് മനുഷ്യന്മാർ എഴുതിണ്ടാക്കിയപ്പോ അതിൽ ഷിർക്കിന്റെ വരികൾ വന്നത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അതികഠിനമായ ഷിർക്കിന്റെ വരികൾ വന്നത്. ആ വരികളാണ് ഈ ഓതിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ മാലകൾ കടന്നു വന്നത് അതുകൊണ്ടാണ്. റസൂലിന്റെ മദ്ഹ് പറഞ്ഞു. റസൂലിന്റെ വ്യക്തിത്വം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, റസൂലിന്റെ വ്യക്തിത്വമാണ്. റസൂലിന്റെ വ്യക്തിത്വം കുടുംബ ഉസ്വത്തുൻ ഹസനയാണ്. റസൂലിനെ പ്രശംസിച്ചു വാഴ്ത്തി അബ്ദ് എന്നാണ്. യാ മുഹമ്മദ് എന്നൊരു വാക്ക് പോലും ഖുർആനിലില്ല, അള്ളാഹ് വിളിച്ചിട്ടില്ല. അബ്ദ് എന്നാണ്, എന്റെ അടിമ എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ് ഖുർആനിൽ മുഴുവൻ. റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം, കുടുംബജീവിതം മാതൃകയാണ്. ഈ കിതാബിൽ എന്ത് മാതൃക ആർക്കാണുള്ളത്? ഈ ഖുർആന് പകരം എടുത്തു വെക്കുന്ന ഈ ആദരവോടുകൂടി കേൾക്കുന്ന ഈ ഗദ്യവും പദ്യവുമുള്ള ഈ വരികളിൽ എന്ത് മാതൃകയുള്ളത്? ആലോചിക്കണ്ടേ? ഖുർആനിൽ നബിയുടെ കുടുംബത്തിന്റെ കഥ പറഞ്ഞു, കുടുംബജീവിതത്തിന്റെ സമാധാനം സന്തോഷം പറഞ്ഞു. ഒരു വീട്ടിൽ ഖുർആൻ ഓതണമെന്ന് പറഞ്ഞു. ലാ തജ്അലു ബുയൂതകും മഖാബിറ, വീടിനെ ഖബർസ്ഥാനാക്കരുത്. എന്താണ് അതിന്റെ വിശദീകരണം? വീടിനെ ഖബർസ്ഥാനാക്കരുത് പറഞ്ഞാൽ ഖുർആൻ ഓതാത്ത സ്ഥലമാക്കരുത്. ഖുർആൻ ഓതാൻ പാടില്ലാത്ത സ്ഥലമാണ് ഖബർസ്ഥാൻ. ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് ഖബർ. ഖബർസ്ഥാനിൽ ലാ തജ്അലു ബുയൂതകും മഖാബിറ എന്ന് പറഞ്ഞത് അള്ളാഹിന്റെ ഹബീബായ റസൂലാണ്. റസൂലാ ഖുർആൻ ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ മക്ബറ പോലെ വീടാവരുത്, ഖുർആൻ ഓതാത്ത സ്ഥലമാകരുത് എന്നാ പറഞ്ഞത്. അതിന് ബർക്കത്തുണ്ടാകും.
എന്തൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ? നമ്മളെ കുടുംബത്തിൽ ഖുർആനാണ്ട് പോയി നാട്ടിലെ മുഴുവൻ വീട്ടിലും മൗലിദ് വന്നു. നാട്ടുമൗലിദിന്റെ പുറത്ത് വേറെ ചില മാസങ്ങളിൽ. അതുകൊണ്ട് എന്താ അതിൽ 10 കുടുംബം എടുത്താൽ അതിൽ 5 കുടുംബത്തിലധികം പ്രയാസങ്ങളാണ്. കണ്ടില്ല നിങ്ങൾ? ഇന്നലെ 6 വയസ്സുള്ള ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടേന്ന് പറഞ്ഞ് ഒന്നായിട്ട് പരന്നു. വാപ്പാനെ കൂടെ നടന്നു പോകുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഒരു വാഹനത്തിൽ ആൾക്കാർ വന്ന് തട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ കിട്ടിയാൽ ഉടനെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. ഇന്നലെ മുഴുവനും നാട്ടിലെ മുഴുവൻ എല്ലാ വാട്സപ്പുകളിലും പരന്നു. അവസാനം വന്നത് എന്താ? ഈ കുട്ടിന്റെ ഉമ്മ തന്നെയാണ് കുട്ടിനെ തട്ടിക്കൊണ്ടേതെന്നാ. കുട്ടിന്റെ ഉമ്മ തട്ടിക്കൊണ്ടുപോയത്. ഉമ്മ നിയോഗിച്ച ആൾക്കാരെ കൊണ്ടേത്. കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്നാണ് പിടിച്ചത്. ഗൾഫിലേക്ക് കൊണ്ടാനുള്ള പരിപാടിയായിരുന്നു. എന്താ പ്രശ്നം? വാപ്പയും ഉമ്മയും തമ്മിൽ പ്രശ്നമാണ്, കുടുംബ പ്രശ്നങ്ങളാണ്. ഒരു 10 കുടുംബം എടുത്താൽ 8 കുടുംബത്തിലും പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടുണ്ടായി? നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കുക. ഖുർആൻ ഒരു വീട്ടിൽ നിന്ന് പോയാൽ, ഖുർആൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ പാരായണം ചെയ്താൽ അതിന്റെ ബർക്കത്തുണ്ടാകും. ആയത്ത് ഞാൻ നേരത്തെ ഓതിക്കൽപ്പിച്ചു. ഖുർആനിനോളമുള്ളൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഈ ഖുർആൻ പോലെയുള്ളൊരു ഖുർആൻ കൊണ്ടുവരാൻ ജിന്നുകളും മനുഷ്യന്മാരും മുഴുവൻ ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഖുർആനിനോളം മഹത്വമുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പള്ളിയുടെ മിഹ്റാബുകളിൽ, ഷറഫാക്കപ്പെട്ട മിഹ്റാബുകളിൽ വെച്ചിട്ട് വളരെ ആദരവോടുകൂടി ഇത് ഓതുന്നത്. അതിന്റെ 1% നമ്മളെ സമൂഹം ഖുർആന് കൊടുക്കേണ്ട സ്ഥാനം, പദവി, അതിന്റെ 1% ആദരവ് അല്ലാഹുവിന്റെ കലാമായ ഖുർആന് ജനങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ജനങ്ങൾ ഇങ്ങനെ പലതും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടാക്കി. അതിന്റെ പിന്നാലെ പോയി. ജൂതന്മാർ അതിന്റെ പിന്നിലുണ്ട്, സിയോണിസ്റ്റുകൾ അതിന്റെ പിന്നിലുണ്ട്. ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുപോകാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതെന്താ? ഖുർആനിൽ ജനങ്ങളെ തടയുക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ ആണെങ്കിലും സഫറാണെങ്കിലും ഏത് മാസത്തിലും നമ്മൾ സമയം കണ്ടെത്തി, ഒഴിവുണ്ടാകുമ്പോഴല്ല, സമയം കണ്ടെത്തണം ഖുർആൻ ഓതാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ. ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഖുർആൻ മുഴുവനായിട്ട് ഓതണം. അതാണ് ഖത്മുൽ ഖുർആൻ എന്ന് പറയാ. ഖുർആനുമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അള്ളാഹു പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ മനസ്സിന്റെ രോഗങ്ങൾക്കുള്ള ശമനമായും നമുക്ക് കാരുണ്യമായും സമാധാനമായും നമ്മളെ കുടുംബത്തിന്റെ സന്തോഷമായും നമ്മുടെ ജോലിയിലും നമ്മൾ അള്ളാഹ് തന്ന ഫദ്ലുകളിലെല്ലാം ബർക്കത്തുമായും ഈ ഗ്രന്ഥം വരും. കിതാബുൻ മുബാറക്കുൻ, ബർക്കത്തു നൽകപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ബർക്കത്ത് ലോകത്തൊരു ഗ്രന്ഥത്തിനും അള്ളാഹ് കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. أقول قولي هذا أستغفر الله العظيم لي ولكم إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد أيها الناس اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വരുന്ന ഞായറാഴ്ച സഫർ 29 അന്ന് മാസം കണ്ടാൽ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ ആരംഭിക്കുന്നു. അപ്പം അങ്ങനെ ആരംഭിക്കുകയാണെങ്കിൽ സുന്നത്ത് നോമ്പെടുത്ത് സുന്നത്ത് കൊണ്ട് തുടങ്ങാം. അതാ ചെയ്യേണ്ടത്. നബി ഖതാദത്തുൽ അൻസാരി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂൽ പറഞ്ഞു, ഫീഹി ഉലിത്തു വഫീഹി ഉൻസില അലയ്യ, അന്നാണ് ഞാൻ ജനിച്ചത്, അന്നാണ് എൻ്റെ മേൽ ഖുർആൻ ഇറക്കപ്പെട്ടത് തുടങ്ങിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മാസം കാണുകയാണെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത് നോമ്പ് എന്ന സുന്നത്ത് എടുത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തിന് പിൻപറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തിങ്കളാഴ്ച നോമ്പ് വയറ് നിറയെ തിന്ന് ആഘോഷിക്കാനുള്ള തെളിവല്ല തിങ്കളാഴ്ച നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്ന ആ ദിവസം ആഘോഷിക്കാനല്ല, മറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചത് അന്ന് നോമ്പ് വെൽക്കാനാണ്. അതാണ് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വർഷത്തെ റബീഉൽ അവ്വൽ 1 അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 1-ാം തീയതി 1-ാമത്തെ ദിവസം തന്നെ തിങ്കളാഴ്ച, ആ തിങ്കളാഴ്ച റസൂൽ ജനിച്ച ദിവസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ മാസത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. അപ്പം എല്ലാ മാസം 12 മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ സംഗതിയോടുള്ള റസൂലുള്ള പറഞ്ഞ സുന്നത്ത് നടപ്പിൽ വരുത്താൻ പറ്റും. ബാക്കിയുള്ള ജാഥയും ഘോഷയാത്രയും ബിരിയാണി കയറ്റലും ചെമ്പ് പൊട്ടിക്കലും ബാക്കിയുള്ള തുടങ്ങിയിട്ടുള്ള മുഴുവനും അതൊക്കെ പിന്നീട് ആൾക്കാർ പല താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ
സ്വഹാബത്തിന്റെ കൂടെ ശുഹദാക്കളെ കൂടെ സ്വർഗത്തിൽ കടക്കണോ, സ്വർഗത്തിൽ പോണോ? അവർ ജീവിച്ച പോലെ ജീവിക്കുക. അവർ ചെയ്യാത്ത ഒന്നും ദീനായി ചെയ്യരുത്. ദീന് പൂർത്തിയാക്കിയതാ, ഈ മതം പൂർത്തിയാക്കിയതാ. ബസ്സിൽ പോണതും കാറിൽ പോണതും ബിരിയാണി നിന്നൊക്കെ ദുനിയാവിന്റെ കാര്യമാണ്, അതിലേക്ക് ചേർത്തല്ല പറയേണ്ടത്. മതം പൂർത്തിയാക്കി, ദീന് പൂർത്തിയാക്കി. അതുകൊണ്ട് ഭക്ഷണം ബിരിയാണി തിന്നാലും അന്ന് കാരക്ക തിന്നാലും ബിസ്മി ചൊല്ലി തന്ന മതത്തിന്റെ നിയമ, അത് പാലിക്കണം. അന്ന് ഒരു പുതിയ ഇന്നില്ല മൊബൈൽ, അന്ന് മൊബൈൽ, ഇന്ന് മൊബൈലുണ്ട്. പക്ഷെ മൊബൈൽ അന്ന് പറഞ്ഞ നിയമങ്ങളൊക്കെ ഇന്ന് പാലിക്കണം. നമ്മളെ കയ്യിൽ എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ടെക്നോളജി ഉണ്ടെങ്കിലും അന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് നിയമങ്ങൾ പാലിക്കാൻ, അതൊന്നും പാലിക്കണം. അത് ഏത് നിയമങ്ങളും അങ്ങനെ തന്നെ. മതം പൂർത്തിയാക്കിയിട്ടുണ്ട്, അതിൽ നമ്മളെ വക ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇമാം മാലിക് പറഞ്ഞു, റസൂലുള്ള വഫാത്താകുമ്പോൾ എന്താണോ ദീന് അതാണ് ഖിയാമത്ത് നാൾ വരെ ദീന്. അതല്ലാത്തത് എത്ര നല്ലതാണ് എന്ന് പറഞ്ഞ് കടത്തിക്കൂട്ടിയാലും നല്ലത് റസൂലുള്ളാഹിക്ക് അറിയാതെ പോകുമോ? സ്വഹാബത്തിന് അറിയാതെ പോകുമോ? പഠിപ്പിക്കാതെ പോകുമോ? സ്വർഗം കിട്ടാൻ, നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ട എല്ലാ കാര്യവും റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ വല്ലതും കടത്തിക്കൂട്ടിയാൽ ഷാഫി ഇമാമിന്റെ ഉസ്താദായ മാലിക് ഇമാം പറഞ്ഞതുപോലെ വഖദ് ഖാന റിസാല, അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹ് ഏൽപ്പിച്ച കാര്യത്തിൽ വഞ്ചിച്ചു നമ്മളെ എന്ന് പറയേണ്ടി വരും, പറയുന്നവരായിരിക്കും. കാരണം ഒരു നന്മയും നമുക്ക് പഠിപ്പിക്കാതെ പോയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാ ബിദ്അത്തുകളിൽ നിന്നും. റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ഇതിൽ കടത്തിക്കൊടുത്തൊക്കെ ബിദ്അത്ത, കൊല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ പുതിയ ആചാരങ്ങളും ബിദ്അത്താണ്, അത് നരകത്തിലേക്കുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്ത്രീകൾ ജുമാക്ക് വന്ന് തുടങ്ങും. അപ്പോൾ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ത്രീകൾ മുകളിൽ ഉണ്ടാകും. അതുകൊണ്ട് പുരുഷന്മാർ കോണി കയറി പോകുന്നത് ശ്രദ്ധിക്കുക. അടുത്ത വെള്ളിയാഴ്ച മുതൽ സ്ത്രീകൾ പള്ളിയിൽ അവർക്ക് അനുവാദം നൽകുകയാണ്. അതുകൊണ്ട് മുകളിലേക്ക് പെട്ടെന്ന് കയറി പോകുന്ന പുരുഷന്മാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും സാക്ഷികളാകാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. വേദനയേറിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഗഫ്ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്